വസു ചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ചന്ദനെ കണ്ടെന്ന് ചിഞ്ചു ചോദിച്ചു. നന്നായിരുന്നു. നിന്റെ മുഖത്ത് എന്തൊരു ടെൻഷൻ പോലെ. ചിഞ്ചു ചന്തുവിനെ സൂക്ഷിച്ച് നോക്കി. അപ്പയുടെ അതുണ്ടോ? ഇല്ല, ഇന്ന് അമ്പലത്തിൽ പൂജയല്ലേ, നേരത്തെ പോയി. നീ വാ, ഞാൻ പറയാം. ചന്തു ചിഞ്ചുവിനെയും കൂട്ടി അകത്തേക്ക് പോയി. ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങളും ചിഞ്ചുവിനോട് പറഞ്ഞു. ആ സാഗരത്തിലൊരു കുഴപ്പക്കാരനെന്ന് നിനക്ക് അറിയാവുന്നല്ലേ, പിന്നെ എന്തിനാ നീ അവനെ കണ്ട് ഓടിയത്? സംസാരിക്കാൻ നിന്ന് അവനെ നിന്ന് വിടില്ലായിരുന്നു. ചന്ദന പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് പുറകെ കൂടും. എങ്ങാനും അപ്പോൾ കണ്ടാലോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ ഓടിയത്. വേഗം വീടെത്തിയ പ്രശ്നം തീരുമല്ലോ. ഹോ, ഇങ്ങനെ ഒരു പെണ്ണ്. ഇക്കണക്കിന് പോയാൽ നിന്നെ എവിടെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ ചന്തു. അല്ല, മറ്റേതിന് ഡ്രോപ്പ് ചെയ്തേ ഉള്ളൂ, അതോ വേറെന്തെങ്കിലും? ചിഞ്ചു ചന്തുവിനെ ഒന്ന് ഇരുത്തി നോക്കി. വേറെന്ത്? ആള് മാറി ഒരു അടിയിൽ നിന്റെ കുറ്റബോധം അവന്റെ മനസ്സിൽ നിന്നോടുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വേറെയാ. അവന് നിന്നോട് കാര്യമായിട്ട് എന്തോ ഉണ്ട്. അല്ലെങ്കിൽ എന്തിനാ അവൻ നിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്? അതൊന്നും എനിക്കറിഞ്ഞൂടെ ചിഞ്ചു. പക്ഷെ നീ വെറുതെ വരുന്ന പറഞ്ഞുണ്ടാക്കേണ്ട കേട്ടോ. അപ്പൊ അവിടെ ചെവിക്കങ്ങനെ എത്തിയ ഞാൻ പിന്നെ ജീവനോട് കാണില്ല. ചിഞ്ചു ഒന്നും മിണ്ടിയില്ല. മനസ്സിൽ വസുവിനെ കുറിച്ചുള്ള ഒരു 100,000 ചിന്തകളായിരുന്നു. ചന്തു പറഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പോൾ ആള് പക്കാ ഡീസന്റ് ആണ്. ശ്രുതി അങ്ങനെയാണ് പറഞ്ഞ്, ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയെന്ന്. തനിക്ക് മാത്രമാണ് അവൻ അഹന്തക്കാരനാണെന്ന് തോന്നിയത്. അതെന്താ അങ്ങനെ? അവൻ്റെ എല്ലാം കൂടുതലായതുകൊണ്ട്. അല്ലാന്ത് എന്തെങ്കിലും ആവട്ടെ. എനിക്കെന്താ വേറെ പണിയില്ലേ അവനെ കുറിച്ച് ചിന്തിക്കാൻ? നീ എന്താ ആലോചിക്കുന്നേ? ചന്തു ടവലും ഡ്രസ്സ് എടുത്ത് തിരിയുമ്പോഴും ചിഞ്ചു അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ചോദിച്ചു. ഒന്നുമില്ല. ചിഞ്ചു തലകുടഞ്ഞു. ചേച്ചി പെട്ടെന്ന് കുളിച്ചിരിക്കാൻ പറഞ്ഞു അമ്മ. കോവിൽ പോവണ്ടേ, ഇന്ന് പൂജയുള്ളതാ. 12 വയസ്സുകാരി ചൈതന്യ മുറിയിലേക്ക് കയറി വന്നു. കുളിച്ച് പട്ടുപാവാട ധരിച്ചിട്ടുണ്ട്. ചന്തുവിനെ പോലെ തന്നെ ശാലീന സുന്ദരിയാണ്. തല ശരിക്ക് തുവർത്തിയില്ലേ ചൈതു? ചൈതന്യയുടെ മുടിയിൽ നിന്നും വെള്ളറ്റ് വീഴുന്ന കണ്ട് ചന്തു ചോദിച്ചു. ഒപ്പം തന്നെ കയ്യിൽ ടവൽ കൊണ്ട് അവളുടെ തല തുവർത്തി കൊടുക്കാനും തുടങ്ങി. അപ്പൊ നീ വരുന്നില്ല ചിഞ്ചു? എന്താ റെഡിയാവത്തെ? റെഡിയാവുന്ന പോയിട്ട് ചിഞ്ചു ചേച്ചി കുളിച്ചിട്ട് പോലും ഇല്ല. ചൈതു ചിഞ്ചുവിനെ കളിയാക്കി ചിരിച്ചു. നീ പൊടി കുട്ടിത്തേവാങ്കി. ഞാൻ ഇങ്ങ് വരുന്നില്ല ചന്തു. നമ്മളൊന്നും അവിടെ ആർക്കും പിടിക്കില്ല. എന്തിനാ വെറുതെ ഇഷ്ടക്കുറവുണ്ടാക്കാൻ? ആരും ഒന്നും പറയില്ല. ഇവിടുത്തെ കോവിലിൽ ജാതി മതഭേദമൊന്നുമില്ല, ആർക്കും പ്രവേശിക്കാം. നീ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാണല്ലോ, പിന്നെന്താ ഇപ്പൊ ഒരു പ്രശ്നം? ഞാൻ പറഞ്ഞത് നിന്റെ അപ്പയുടെ കാര്യം. അവിടെ എന്നെ കണ്ടാൽ തന്നെ അങ്ങയുടെ മോന്ത് വീർക്കും. അത് കാണുമ്പോഴെന്നെ മൂടങ്ങ് പോയി കിട്ടും. അതുമാത്രമല്ല, എനിക്ക് ദൈവത്തിൽ അമ്പലത്തിൽ നല്ല വിശ്വാസമില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. എനിക്ക് ആവശ്യം വരുമ്പോൾ മാത്രം ഞാൻ സ്മരിക്കും. അതിപ്പോ ദൈവത്തിനെ ആയാലും കർത്താവിനെ ആയാലും. അപ്പൊ നീ ഇവിടെ ഒറ്റക്ക് നിൽക്കാനാണോ? അത് പറ്റില്ല. അവളൊറ്റക്കല്ല, ഞാനുണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടാളും പോയാൽ മതി. വേഗം ചെല്ലാൻ നോക്ക്. അപ്പായെ ദേഷ്യം പിടിപ്പിക്കണ്ട. അങ്ങോട്ട് വന്ന പാർവതി പറഞ്ഞു. ചന്തു ശരിയെന്ന മട്ടിൽ തലകുലുക്കിയിട്ട് കുളിക്കാൻ കയറി. ആ നേരം കൊണ്ട് ചിഞ്ചു ചൈതുവിന്റെ മുടി ചീകി കൊടുക്കുകയും മുഖം മിനുക്കി കൊടുക്കുകയും ചെയ്തു. എന്റെ അമ്മയ്ക്ക് ശരണിനെയോ വരണിനെയോ കൂട്ടി വന്നാൽ പോരായിരുന്നു. ഞാൻ തന്നെ വേണമെന്ന് ഇത്ര നിർബന്ധം എന്തായിരുന്നു? എനിക്കിതിലൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ. മാത്രമല്ല, ഞാനിപ്പോ ഒന്ന് വന്ന് കയറിയതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് എന്നെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. വസിന്റെ മുഖത്ത് താല്പര്യമില്ലായ്മ പ്രകടമായിരുന്നു. നിന്റെ പേരിൽ നേർന്ന കാര്യം, അതിന് നീ തന്നെ വരണം. അല്ലാതെ ശരണോ വരണോ വന്നിട്ട് കാര്യമില്ല. നിനക്കന്ന് ആക്സിഡന്റ് പറ്റിയപ്പോ നിന്റെ അച്ഛൻ നേർന്നതാ. പേരുകേട്ട ഭഗവതി അവിടെ വിളിച്ചാ വിളിപ്പുറത്താ. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന വിശേഷപ്പെട്ട പൂജ. കഴിഞ്ഞ വർഷേ നിന്നെ ഇവിടെ പൂജ കൊണ്ടുവന്ന് ഇരുത്തേണ്ടതായിരുന്നു. അന്ന് നിനക്ക് നിന്റെ ജോലിയും തിരക്കൊക്കെ ആയിരുന്നല്ലോ വലുത്. ഇപ്രാവശ്യം എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. രാവിലെ ഇക്കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇന്ന് വീട്ടിലേക്ക് എത്താൻ പാതിരാത്രിയാവുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടാ മറച്ചു വെച്ചതും വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ നിന്നെ കൈയോടെ പിടികൂടിയതും. പിന്നെ നിന്റെ ഈ താല്പര്യമില്ലായ്മയും ക്ഷീണമൊക്കെ അകത്ത് കയറി ഒന്ന് തൊഴുമ്പോഴേക്കും മാറിക്കോളും. ഈ അമ്മ എവിടെ ഒന്ന് വണ്ടി ഒതുക്കുക. എല്ലായിടത്തും തിക്കും തിരക്കുമാണല്ലോ. നീ ഇങ്ങനെ മുഖം വീർപ്പിക്കാതെ വസു. ഞാൻ പറഞ്ഞില്ലേ, വിശേഷപ്പെട്ട പൂജയാ. എല്ലാ സ്ഥലത്തുനിന്നുള്ള ആൾക്കാർ കാണും. എവിടെയെങ്കിലും ഒതുക്കിയിട്ട് വാ, ഞാൻ അകത്ത് കാണും. പറഞ്ഞിട്ട് രാധിക കാറിൽ നിന്നിറങ്ങി. പറയുന്ന കേട്ടാ തോന്നും ഞാനന്ന് ആക്സിഡന്റായി ചാവം കിടക്കുമായിരുന്നു. ഒന്ന് വണ്ടി സ്ലിപ്പായി കാലുളിക്കുന്നതിനാണ് ഇത്രയും വലിയ നേർച്ചയും പൂജയും വഴിപാടും. വസു പിറുവിറുത്തോണ്ട് കാർ ആളൊഴിഞ്ഞൊരു ഭാഗത്തേക്ക് പാർക്ക് ചെയ്തു. കാറിൽ നിന്നിറങ്ങി അവനെന്തോ കണ്ണിൽപ്പെട്ട പോലെ മുന്നിലേക്ക് തന്നെ നോക്കി. ചുവപ്പ് മഞ്ഞയും നിറമുള്ള പഫ് കൈയുള്ള ദാവണി അണിഞ്ഞ് ചന്ദനം നടന്നു വരുന്നു. അരയോളം എത്തുന്ന നീളം മുടി വിടർത്തിയിട്ടിരിക്കുന്നു. ആലിവൂറും താമരമിഴികൾ നീട്ടി എഴുതിയിരിക്കുന്നു. നെറ്റിയിൽ ഒരു കുഞ്ഞു വട്ടപ്പൊട്ട് മാത്രം. മുഖം പതിവിലും ശാന്തം, ചുണ്ടുകളിൽ ചെറു പുഞ്ചിരി. ഇതിനു മുമ്പേ 2-3 തവണ അവളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും സുന്ദരിയായി കാണുന്ന ഇതാദ്യമാണെന്ന് ഓർത്തു അവൻ. ഒരു നിമിഷം അവളിൽ തന്നെ മിഴികൾ നട്ട് നിന്നു. ചേച്ചി നോക്കി, ആ ചേട്ടൻ ഞങ്ങൾ തന്നെ നോക്കുന്നു. ചൈതു ചന്തുവിനോട് പറഞ്ഞു. ഒപ്പം ഒരു ഭാഗത്തേക്ക് അയച്ചുകൊണ്ടുകയും ചെയ്തു. ചന്തു നോക്കുമ്പോൾ കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന വസുവിനെ. അവളിൽ പതിവ് പരിഭ്രമം ഉടലെടുത്തു. എന്നാൽ അവളത് കഴിവതും മറച്ചു വെച്ചു. അവൾ തന്നെ കണ്ടെന്ന് മനസ്സിലായതും വസു കാറിൽ ലോക്ക് ചെയ്ത് അവൾക്കരിയിലേക്ക് നടന്നു. ഇതാരാ? ചൈതുവിനാൻ സംശയത്തോടെ നോക്കി. അനിയത്തിയാ. ചന്ദന മറുപടി നൽകി. എന്താ പേര്?
ചൈതുവിനോടായിരുന്നു ചോദ്യം. അവൾ ചൈതന്യെന്ന് മാത്രം മറുപടി നൽകി. ഇതാരാന്നുള്ള അർത്ഥത്തിൽ ചന്തുവിനെ നോക്കി. അനിയത്തിയും ചേച്ചിയപ്പോൾ തന്നെയാണോ? അവൻ കളിയാക്കി. ഏയ് അല്ല, ഞാനെന്റെ ചേച്ചിയെ പോലെ പാവൊന്നുമല്ല. ഉടനെ വന്ന് ചൈതുവിന്റെ മറുപടി. അതാണ്, ഒരിക്കലും ചേച്ചിയെ പോലെ ആവില്ല കേട്ടോ. ആരെ കണ്ടാലും പേടിച്ചോടും നിന്റെ ചേച്ചി. വല്ലതും സംസാരിച്ചാലോ യാതൊന്നും മിണ്ടുമില്ല. എന്നാലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പാവം പിടിച്ച കുട്ടികളെ. പറഞ്ഞ ചൈതുവിനോടാണെങ്കിലും വസുവിന്റെ നോട്ടം ചന്തുവിലായിരുന്നു. അതും കുസൃതിയായൊരു നോട്ടം. ആ പറഞ്ഞതിന്റെ അർത്ഥം ചന്തുവിന് മനസ്സിലായില്ലെങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു വിറയിൽ അനുഭവപ്പെട്ടത് അവൾ അറിഞ്ഞു. ഉടനെ തന്നെ അത് കൈകാലുകളിലേക്ക് എത്തുകയും ചെയ്തു. ദേ, നിന്റെ ചേച്ചി വറക്കാൻ തുടങ്ങി. നിങ്ങളുടെ അച്ഛനോടെ കാണാതിരിക്കല്ലേ. ഇനി ഇത്തിരി നേരം കൂടെ നിന്നാ നിന്റെ ചേച്ചിക്ക് പേടിപ്പനി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചെല്ല് കേട്ടോ. വസു മുന്നിൽ നിന്നും മാറി നിന്നു. വസു ആരാ എന്താണെന്ന് അറിഞ്ഞില്ല. എങ്കിലും ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചൈതുവിന് വസുവിനെ നന്നായി ബോധിച്ചിരുന്നു. ഇനിയും കാണാൻ ചേട്ടാന്നും പറഞ്ഞ് വസുവിന് നല്ലൊരു ചിരി കൊടുത്തിട്ടാണ് അവൾ പോയത്. ആ ഒരു മുന്നോട്ട് കടന്നിട്ടും വസു പക്ഷെ അവിടെ നിന്ന് അനങ്ങിയില്ല. എന്തോ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ചന്ദന ഒരു വട്ടം തിരിഞ്ഞു നോക്കുമെന്ന്. സത്യമായിരുന്നു. കുറച്ച് മുന്നിലേക്ക് എത്തി അവൾ തലയരിച്ച് പുറകിലേക്ക് നോക്കി. വസു കുസൃതിയായി അവളെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു. അരുതാത്ത എന്തോ കണ്ട പോലെ അവൾ അപ്പോൾ തന്നെ മുഖം വെട്ടിച്ച് മുന്നിലേക്ക് നടന്നു. ഇങ്ങനൊരു പെണ്ണ്. വസു ചിരിയൊതുക്കി. അമ്മ പറഞ്ഞത് അകത്ത് കയറി തൊഴുമ്പോൾ മാറിക്കോളും തന്റെ ക്ഷീണവും താല്പര്യക്കുറവുമൊക്കെ എന്നാണ്. പക്ഷേ അതിപ്പോൾ തന്നെ മാറിയിരിക്കുന്നു. അവളാണോ തന്റെ ഉള്ളിലെ പ്രതിഷ്ഠ? ഇതാണോ ശരൺ പറയുന്ന പ്രണയമെന്ന വികാരം? ആണെങ്കിൽ തന്നെ ഈ ചുരുങ്ങിയ കൂടിക്കാഴ്ചകൾ കൊണ്ട് മാത്രം തന്റെ മനസ്സിൽ ഇത്രയും ആഴത്തിൽ സ്ഥാനം നേടാൻ എന്താണ് അവളിൽ പ്രത്യേകിച്ചുള്ളത്? ഇതിനേക്കാളും വലുതായി എത്രയോ പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു. ഓർക്കവേ തന്നെ അവന്റെ മനസ്സിലേക്ക് അവിടെ അലിവൂറുന്ന മിഴികളും ശാന്തമായ മുഖവും കടന്നു വന്നു. ഒപ്പം തന്നെ തന്നെ കാണുമ്പോൾ അവളിൽ ഉണ്ടാവുന്ന പരിഭ്രമവും. തനിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ വസു ഒരു പുഞ്ചിരിയോടെ മനസ്സിലാക്കി. താൻ ഇന്നേവരെ അനുഭവിക്കാത്തൊരു സുഖം ഇപ്പോൾ തന്നെ വന്ന് പൊതിയുന്നതായി തോന്നി അവന്. പൂജ കഴിയുമ്പോൾ നന്നേ വൈകിയിരുന്നു. തിലകരാമൻ ചന്ദനയും ചൈതന്യയും പുറത്ത് ആൾത്തർക്ക് സമീപം നിർത്തിയിട്ട് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിനകത്തേക്ക് തന്നെ പോയി. ചേച്ചി മാളും ഞാനിപ്പോ വരാം. ചൈതന്യ തന്റെ ഫ്രണ്ട് മാളവികയെ കണ്ടതും അങ്ങോട്ടേക്ക് പോവാനൊരുങ്ങി. വേണ്ട, അപ്പ ഇപ്പൊ വരും. നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്കായിരിക്കും വഴക്ക് കിട്ടുക. ഇല്ലേച്ചി, അപ്പ വരുമ്പോഴേക്കും ഞാൻ വന്നോളാം. ചന്തു വീണ്ടും നിന്നും പറഞ്ഞു വിലക്ക് മുന്നേ അവൾ ഓടിപ്പോയിരുന്നു. ഇവളെ കൊണ്ട് ചന്തു തലക്ക് കൈ കൊടുത്തു. ശേഷം അപ്പ വരുന്നുണ്ടോ നോക്കി അവിടെ തന്നെ നിന്നു. പെട്ടെന്നാണ് അവളുടെ കയ്യിലേക്ക് ഒരു പിടി വീണതും അവൾ ആൾത്തർക്ക് പുറകിലേക്ക് വലിച്ചതും. ആരാ? അവൾക്ക് ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. ആരെയും കാണാത്തതുകൊണ്ട് പേടിച്ചിരണ്ട് നാലു ഭാഗത്തേക്ക് നോക്കി. മറുപടിയായ ഒരു കുസൃതി ചിരിയോടെ വസു മുന്നിലേക്ക് വന്നു. നിങ്ങളോ? അപ്പോഴും ശ്വാസം നേരെ വീണിട്ടില്ലായിരുന്നു അവൾക്ക്. ഭയത്തോടെ തന്നെ ചോദിച്ചു. ഇതിനാന്നൊക്കെ അവിടെ നിൽക്കട്ടെ. നീ തന്നെ വിളിച്ച് നിങ്ങളെന്നോ? എനിക്കൊരു പേരുണ്ട്, അത് വിളിടി. എന്താ? അവൾ മനസ്സിലാവാതെ ചോദിച്ചു. നീ എന്താടി ബുദ്ധൂസാണോ? ഇങ്ങോട്ടേക്കായിട്ടൊന്നും ചോദിക്കില്ല, എന്നാ അങ്ങോട്ടേക്ക് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവോ? അതുമില്ല. അവളൊന്നും മിണ്ടിയില്ല. വെപ്രാളത്തോടെ ആൽത്തറയുടെ ഭാഗത്തേക്ക് നോക്കി. നീ ആരെയും നോക്കുന്നു? അച്ഛനെയാണെന്ന് അവൻ അറിയാമായിരുന്നു. എന്നിട്ടും ചോദിച്ചു. അപ്പ എന്താ നിന്റെ അച്ഛനെ കൊണ്ട് വിളിക്കണോ? വേണ്ട. അവന്റെ ആ ചോദ്യത്തിൽ തന്നെ അവൾ ഞെട്ടിയിരുന്നു. പിന്നെന്താ? എനിക്ക് പോണം, അവൾ ദയനീയമായി പറഞ്ഞു. അവനെന്താ, പോയിക്കോ. അവൻ വഴിമാറിക്കൊടുത്തു. അവൾ ധൃതിപ്പെട്ട് പോവാൻ തുടങ്ങിയതും അവൻ മുന്നിലേക്ക് തന്നെ കയറി നിന്നു. അവൾ വല്ലാത്തൊരവസ്ഥയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവൾ ആകെ വിയർത്ത് കുളിച്ചിരുന്നു. എന്നെ കാണുമ്പോഴുള്ള ഈ നോട്ടം, ഞാൻ അടുത്ത് നിൽക്കുമ്പോഴുള്ള ഈ പരിഭ്രമം, വിറയൽ, ഇതൊക്കെ എന്നെ നിന്നിലേക്ക് അടുപ്പിക്കുന്ന ചന്ദന. ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ നീ ചേക്കേറിയിരിക്കുന്നു. കേട്ടതും ചന്തു ഞെട്ടിത്തരിച്ചു പോയി. ഒരു നിമിഷം ശ്വാസം പോലും വിടാൻ നിന്നു. ചിഞ്ചു നേരത്തെ പറഞ്ഞ് ഓർമ്മ വന്നവൾക്ക് എല്ലാം കൂടിയായി ഹൃദയം പെരുമ്പറ മുഴക്കാൻ തുടങ്ങി. അവളുടെ തളർച്ചയോടെയുള്ള നിൽപ്പുണ്ടവന് വല്ലാത്ത ചിരി വന്നു. എന്നാലും ചിരിച്ചില്ല. എന്തെങ്കിലും ഒരു മറുപടിക്കായി അവളുടെ മുഖത്തേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചു. എനിക്ക് വഴിന്ന് മാറാമോ? ചൈതു അന്വേഷിക്കും, അപ്പ വരുപ്പോ? അവനെയോ അവന്റെ നോട്ടത്തെയോ നേരിടാൻ വയ്യായിരുന്നു അവൾക്ക്. രക്ഷപ്പെടാനെന്ന പോലെ ചോദിച്ചു. ശരി, പക്ഷെ പോകുന്നതിന് മുന്നേ ഒരു മറുപടി വന്നിട്ട് പോ. ഇനി ഞാൻ പറഞ്ഞ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം, വേണോ? ആൾ വേണ്ടെന്ന് തലയാട്ടി. എങ്കിൽ പറ. താൻ പൂർണ്ണമായും തളർന്നു പോകുന്നറിഞ്ഞ് അവളൊരു ആശ്രയത്തിനായി ദാവണി തുമ്മിൽ മുറുക്കെ പിടിച്ചു. ഇപ്പൊ പോയിക്കോ, പക്ഷെ നാളെ എനിക്കൊരു മറുപടി കിട്ടണം. ഇന്ന് വൈകുന്നേരം നമ്മൾ കണ്ടില്ലേ, ആ സ്ഥലത്ത് ഞാൻ നാളെ കാണും. ഇന്നത്തെ അതേ ടൈമിൽ എനിക്കുള്ള മറുപടിയായിട്ട് വന്നാൽ മതി. അവൾ ഇനി അസ്വസ്ഥപ്പെടുത്താൻ വയ്യായിരുന്നു. അവളുടെ അവസ്ഥ നല്ലപോലെ മനസ്സിലായവൻ അവളെ പോവാൻ അനുവദിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയ പോലെ അവൾ അവിടെ നിന്ന് ഓടി. അവനൊരു ചിരിയോടെ അവളെ നോക്കി നിന്നു. ഇനി ഏതായാലും നിന്നെ ഞാൻ വിടില്ല ചന്ദ്ര, അത്രയ്ക്ക് നെഞ്ചിൽ കയറിപ്പോയി നീ.
ചേച്ചി ഇത് എവിടെയായിരുന്നു? ഞാൻ എവിടേക്ക് നോക്കിയെന്നറിയോ? ചന്ദനെ കാണാതെ ചൈതു ആകെ മുഷിഞ്ഞിരുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചന്തുമുഖത്തെ വിയർപ്പ് തുള്ളികൾ ദാവണിത്തുമ്പാൽ ഒപ്പിയെടുത്തു. ഒപ്പം തന്നെ തിരിഞ്ഞ് ചുറ്റിനും നോക്കി. തന്റെ പുറകിൽ ആരും ഇല്ലെന്ന് ഉറപ്പിച്ചു. ചേച്ചി ആരെയും നോക്കുന്നേ? എന്ത് കോല ഇത്? ആകെ വിയർത്ത് കുളിച്ചിരിക്കുന്നല്ലോ. വല്ലതും കണ്ട് പേടിച്ചോ? പേടിക്കയോ? ഇല്ലല്ലോ. അപ്പെന്തിയെ? അപ്പയിലെ ആവരുന്ന്. വാ, അങ്ങോട്ട് നടക്കാം. ചൈതു ചന്തുവിന്റെ കയ്യിൽ പിടിച്ച് നടന്നു. ചേച്ചി, നേരത്തെ നമ്മൾ സംസാരിച്ച ആ ചേട്ടനേതാ? ഞാൻ മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് ചന്ദന ഒരു നിമിഷം എന്ത് പറയണമെന്ന് ആലോചിച്ച് നിന്നു. ഏത്? ചേച്ചിക്കും അറിയില്ലേ? അപ്പൊ അറിയാത്ത ആളിങ്ങനെ നമ്മളോട് വന്ന് സംസാരിച്ച്? അറിയാം, അത് ജിത്തുവേട്ടന്റെ ഫ്രണ്ടാ. ചൈതുവിന്റെ ചോദ്യങ്ങൾ ഇപ്പോഴൊന്നും തീരില്ലെന്ന് കണ്ടതും ചന്തു വേഗം പറഞ്ഞു. ഏത്? ജ്യോതി ചേച്ചിയുടെ ചിത്തുവേട്ടന്റെയോ? അത് തന്നെ. അപ്പോഴേക്ക് അവർ നടന്ന് തിലകരാമന്റെ അരികിലെത്തിയിരുന്നു. പിന്നെ രണ്ടുപേരും തമ്മിൽ സംസാരം ഉണ്ടായില്ല. വളരെ ഒതുക്കത്തോടെ അയാൾക്കൊപ്പം നടക്കാൻ തുടങ്ങി. ചന്ദനയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. നേരത്തെ ചിഞ്ചു പറഞ്ഞപ്പോൾ വേണ്ടാത്തൊന്നും പറഞ്ഞുണ്ടാക്കരുതെന്ന് അവളോട് പറഞ്ഞു. പക്ഷെ അവൾ പറഞ്ഞ സത്യമായിരിക്കുന്നു. ഇപ്പൊ നടന്നൊക്കെ അറിഞ്ഞാൽ ചിഞ്ചുവിന് വസുവിനോടുള്ള ദേഷ്യം വർദ്ധിക്കും. അതുകൊണ്ടൊന്നും പറയേണ്ടെന്നാണ് ചന്ദന കരുതിയത്. പക്ഷേ ഇന്നുവരെ അവളോട് ഒളിച്ചു വെച്ചതായിട്ടൊരു കാര്യവുമില്ല. മാത്രമല്ല, ഈ വെപ്രാളം മാറിക്കിട്ടുണ്ടെങ്കിൽ എല്ലാം അവളോട് പറഞ്ഞേ മതിയാവൂ. വീടെത്തിയതും ചന്ദന നേരെ മുറിയിലേക്ക് കയറിപ്പോയി. ചിഞ്ചു ഉറങ്ങാതെ അവളെ കാത്തിടക്കുകയായിരുന്നു. വന്നോന്ന് ചോദിച്ച് ബെഡിൽ എഴുന്നേറ്റിരുന്നു. ചന്ദന ഉണ്ടായതൊക്കെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. ഞാനപ്പോഴേ പറഞ്ഞല്ലേ, എനിക്ക് അവന് നല്ല സംശയം ഉണ്ടായിരുന്നു. ചിഞ്ചുവിന് വലിയ ഞെട്ടലോ മറ്റു ഭാവമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് ആകെ പേടിയാവുന്നു ചിഞ്ചു. എന്ത് ചെയ്യാൻ? നിനക്ക് അവനെ ഇഷ്ടമാണോ? ആണെങ്കിൽ ആണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ലാന്ന് പറയണം. ചിഞ്ചു, നീ തമാശ വിട്. ഞാൻ കാര്യമായിട്ട് ചോദിച്ച്. നിനക്ക് ഇവ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരം എനിക്കറിയാം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എന്നെ പ്രേമിച്ച് എൻ്റെ പുറകെ ഒരാൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പം പിന്നെ എന്നെ പുറലോകം കാണിക്കില്ല. എൻ്റെ പഠിപ്പ് പോലും അവസാനിപ്പിക്കും. ശരി, നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. നീ ഏതായാലും അവന് മറുപടി കൊടുക്കുന്ന പോയിട്ട് അവൻ്റെ മുന്നിൽ നേരാവണമെന്ന് ശ്വാസം പോലും എടുത്തിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. കണ്ടിട്ട് എന്ത് പറയാനാ? അതൊക്കെ അവനെ കണ്ടിന്യൂഷൻ തീരുമാനിക്കാം. നീ ഇപ്പോൾ വന്നൊന്ന് കിടക്ക് ചന്തു. മനുഷ്യന്മാർക്ക് ഇവിടെ ഉറക്കം വന്നിട്ട് മേല. ചിഞ്ചു ബെഡിലേക്ക് അമിഴ്ന്ന് പുതപ്പെടുത്ത് തലവഴി മൂടി. 1-2 മിനിറ്റ് ആയിട്ട് അനക്കമൊന്നും കേൾക്കാത്തതിനെ തുടർന്ന് പുതപ്പ് താഴ്ത്തി നോക്കി. ഓ, ഇന്നത്തെ ഉറക്കങ്ങളെ നിനക്കിത് മതിയായിരിക്കും അല്ലേ? അവന് ഞാനൊന്ന് കാണട്ടെ. ലോകത്ത് ഇത്രയും പെമ്പിള്ളേരുണ്ടായിട്ടും കറക്റ്റ് അടി പേടിത്തൊണ്ടിട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ അവനെ. ചിഞ്ചു കലിപ്പായതും ചന്തു മാറാനുള്ള വസ്ത്രം എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ചന്തു! ഒരു നിലവിളിയോടെ ചിഞ്ചു ഉറക്കത്തിൽ നിന്ന് ഞെട്ടിപ്പിടഞ്ഞ് എണീറ്റു. ചുമരിലെ ക്ലോക്കിലേക്ക് നോക്കി. ബെഡ് ലാമ്പിന്റെ അരണ്ട വെളിച്ചത്തിൽ കണ്ടു 11 മണി. കിടന്നിട്ട് 1 മണിക്കൂർ പോലും തികഞ്ഞിട്ടില്ല. അതിനു മുമ്പേ ഞെട്ടി ഉണർന്നിരിക്കുന്നു. ഇതിപ്പോ പതിവായിരിക്കുന്നു. എല്ലാ രാത്രിയിലും കഴിഞ്ഞു പോയതൊക്കെ ഓർത്ത് കിടക്കുകയും ഒടുക്കൻ ചന്തുവിന്റെ മുഖം മനസ്സിലേക്ക് വന്നുള്ള ഈ നിലവിളിയും. കഴുത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഉടുത്തിരിക്കുന്ന സാരിയുടെ അറ്റം കൊണ്ട് അവളെ തുടച്ചു നീക്കി. അടുത്ത് കിടക്കുന്ന 1.5 വയസ്സുകാരി ശ്രീകുട്ടിയെ നോക്കി. ഭാഗ്യത്തിന് അവിടെ ഉറക്കം ഞെട്ടിയിട്ടില്ല. തന്നെ പറ്റിച്ചേർന്ന് കിടക്കുന്നു. ചിഞ്ചു വാത്സല്യത്തോടെ അവിടെ തലയിലൂടെ തഴുകി. വീണു കിടക്കാനൊരുങ്ങിയതും മേശമേലുള്ള ഫോൺ റിങ് ചെയ്തു. ഹലോ പപ്പ. മോൾ ഉറങ്ങിയില്ലേ ഇതുവരെ? പപ്പയുടെ മോൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട നാളുകളായെന്ന് പപ്പക്ക് അറിഞ്ഞൂടെ? മോളെ, എബ്രഹാം വേദനയോടെ വിളിച്ചു. ചന്തു, അവളെവിടെ പപ്പ? ഉറങ്ങിയോ? ഉറങ്ങിയല്ല, മയങ്ങുക. പക്ഷേ ആ മയക്കത്തിന് പോലും അല്പായുസാണ്. അപ്പോഴേക്ക് വലറിക്കരയാൻ തുടങ്ങും. അസഹനീയമാണത്. കാണാൻ വയ്യ ചിഞ്ചു. ചില ദിവസങ്ങളിൽ നോർമലായിട്ട് പെരുമാറുന്നു. അന്നേരൊക്കെ നിന്നെ കാണണമെന്ന് ചോദിക്കും. ഞാൻ വേണ്ടതാ മറുപടി അറിയാം. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും അവൾ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടോ പപ്പ? ഒരു വട്ടെങ്കിലും കാണാൻ കൂട്ടാക്കിയിട്ടുണ്ടോ? ഉള്ളിലെ വേദന സഹിക്കവയ്യാതെ ചിഞ്ചുവിന്റെ ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങി. മോള് കരയുവാണോ? ഇല്ല പപ്പ, കരഞ്ഞിട്ടെന്തിനാ? കരച്ചിൽ ഒരിക്കലും ഒന്നിനും പരിഹാരമാവില്ലല്ലോ. എങ്കിലും എൻ്റെ ചന്തു, അവളുടെ ഈ അവസ്ഥയ്ക്ക് ഞാൻ എത്രയൊക്കെ അടക്കി പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് സാധിച്ചില്ല. വിതുമ്പലൊരു കരച്ചിലായി പുറത്തേക്ക് വന്നു. ചിഞ്ചു, മോളെ കരയാതെ. മോളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പപ്പക്കറിയില്ല. മോളേറെ തളർന്നുപോയ ഈ അവസരത്തിലൊന്നും എൻ്റെ മോൾക്കൊപ്പം നിൽക്കാനോ മോളെ സാന്ത്വനിപ്പിക്കാനോ പപ്പക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ആ പഴയ ചന്തുവിനെ നിനക്ക് വേണമെന്ന് നിന്റെ ആവശ്യമായിരുന്നു. അതിനു മുമ്പിൽ, ചന്തുവിൻ്റെ അവസ്ഥക്ക് മുമ്പിൽ എനിക്കെൻ്റെ മോളെ മറക്കേണ്ടി വന്നു. അതിലൊന്നും എനിക്കൊരു വിരോധമില്ല പപ്പ. ഞാൻ ആവശ്യപ്പെട്ടില്ലെങ്കിലും അവളെ പഴയ ചന്തുവായിട്ട് എനിക്ക് നൽകാൻ പപ്പ പരിശ്രമിക്കുമെന്ന് എനിക്കറിയായിരുന്നു. എന്നിട്ട് ഞാൻ വാശി കാണിച്ച് 1 നിമിഷം പോലും പപ്പ എന്നോർത്ത് അവളുടെ കാര്യത്തിൽ അശ്രദ്ധ വരുത്തരുതെന്ന് കരുതിയ. നാളെ ഞങ്ങൾ കൊച്ചിയിലേക്ക് തിരിക്കും. ഇവിടെ നിന്നിട്ട് വലിയ പുരോഗമനമൊന്നുമില്ല. എല്ലാ കേസിലും 100% വിജയം നേടിയ നിന്റെ പപ്പ ചന്തുവിൻ്റെ കാര്യത്തിൽ പരാജയപ്പെടുന്ന പോലെ. അല്ലെങ്കിലും ശരീരത്തിനേറ്റ മുറി ഉണക്കാൻ മാത്രമേ ഡോക്ടർമാർക്ക് സാധിക്കുകയുള്ളൂ. അതിന് മാത്രമേ കൽക്കട്ട, അമേരിക്ക എന്നിങ്ങനെയുള്ള ഉന്നത സ്ഥലങ്ങളെ ചികിത്സ ഉപകരിക്കുകയുള്ളൂ. മനസ്സിനേറ്റ മുറിവ് മാറാൻ നാം ഏറെ സ്നേഹിക്കുന്നവർ നമുക്കരികിൽ വേണം.
ആ മുഖമൊന്ന് വേണ്ടുവോളം കാണാൻ കഴിയണം. അതീവ സ്നേഹം നിറഞ്ഞ അവരുടെ പരിചരണം ലഭിക്കണം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടില്ലെന്നും ഒന്നും നഷ്ടമായിട്ടില്ലെന്നും തോന്നണം. എങ്കിൽ മാത്രമേ തളർന്നുപോയ മനസ്സിന് ഉയർത്തി എഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ. അതെന്തായാലും ഉണ്ടാവില്ല ഒപ്പ. അവളെ ഏറ്റവും സ്നേഹിച്ച വസുദേവിനെയാണ്. ഇന്ന് ആ മനസ്സിൽ ചന്ദനയില്ല. ആ മനുഷ്യൻ മറ്റൊരാൾക്ക് സ്വന്തമാണ്. മറ്റൊരു ജീവിതം ജീവിച്ച് തീർക്കുകയാണ് ഇന്നയാൾ. ചിഞ്ചുവിന്റെ കണ്ണുകൾ ധാരധാരയായി പെയ്യുകയായിരുന്നു. മോള് വിഷമിക്കണ്ട. പപ്പ ഒരിക്കലും ചന്തുവിനെ കൈയൊഴിയില്ല. മോൾക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കും. എന്ത് വില കൊടുത്തും നിനക്ക് ഞാൻ അവളെ നിന്റെ ചന്തുവായി തിരികെ നൽകിയിരിക്കും. ഈ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളാണ് മോൾ എന്നോട് ആവശ്യപ്പെട്ടത്. അതിൽ ആദ്യത്തെ നേടിത്തരാൻ എനിക്ക് കഴിയാതെ വന്നു. ഇതെങ്കിലും എൻ്റെ മോൾക്ക് വേണ്ടി സാധിച്ചു തരണം പപ്പയ്ക്ക്. അവൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ച പുരുഷൻ അവളെ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളത് ഓർക്കെ തന്നെ എബ്രാഹിമിന്റെ കണ്ണുകൾ ഈറനായി. എന്നോട് കരയരുത് പറഞ്ഞിട്ട് പപ്പ കരയാണോ? ചന്തുവിനെ ഓർത്ത് മാത്രമേ ഞാൻ വേദനിക്കുന്നുള്ളൂ. മറ്റൊന്നിലും ഞാനിന്ന് വേദനിക്കുന്നില്ല പപ്പ. പപ്പയുടെ മകളിപ്പോൾ ഇവിടെ സന്തോഷവതിയാ. അറിയാലോ, പഴയ പോലെയല്ല. പാർവമിക്ക് മാത്രമല്ല, ഞാനിന്ന് ജീവൻ തിലകപ്പാവുക്ക് കൂടിയാണ്. ഇന്നലെയും കൂടെ പറഞ്ഞു ഞാൻ അവളുടെ സ്വന്തം മകൾ തന്നെയാണെന്ന്. ചൈതന്യ അവളെന്നോട് മിണ്ടാറില്ലോ അപ്പ. ചന്തുവിനെ പോലെ തന്നെ അവളെന്നെ വെറുത്തിരിക്കുന്നു. പപ്പ വെക്കുക മോളെ. നിന്റെ ഇടർന്ന ശബ്ദം കേൾക്കാൻ പപ്പയ്ക്ക് ആവുന്നില്ല ചിഞ്ചു. മറുപടി കാത്തുന്നില്ല. എബ്രാഹിം കോൾ ഡിസ്കണക്ട് ചെയ്തു. കണ്ണുകളിൽ നിന്ന് ഉതിർന്ന തുള്ളികളെ പുറം കൈയാൽ തുടച്ചെടുത്തു. ചിഞ്ചുവിന്റെ അവസ്ഥയെ മനസ്സിലായിരുന്നു. ഉള്ളം വിങ്ങുകയായിരുന്നു. തലയിണിലേക്ക് മുഖം അമർത്തി കിടന്നു. ശ്രീകുട്ടി ഉണരാതിരിക്കാൻ വേണ്ടി വാപുത്തി പിടിച്ച് കരച്ചിലൊതുക്കി. ആ കരച്ചിലിനിടയിൽ എപ്പോഴോ മയങ്ങിപ്പോയി. പാസ്റ്റും പ്രസന്റും ഇടകലർത്തിയാണ് എഴുതുന്നത്. കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു.